കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാത്സിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 10th 10th ക്ലാസ് SSLC കുട്ടികൾക്കായിട്ടുള്ള മാത്സിന്റെ തേർഡ് ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം 10ൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം കണ്ടവർക്കൊക്കെ ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞു. ഒത്തിരി അറിഞ്ഞത് ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്നത് 10th ക്ലാസ്സിന്റെ ചാപ്റ്ററല്ല, മറിച്ച് 9th ക്ലാസ്സിന്റെ എനിക്ക് തോന്നുന്നു 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ തുടങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഗുരുകുല ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക കണ്ടു നോക്കാനായിട്ട്. അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കാണട്ടെ. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പം ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ കുറച്ച് പുതിയ ടേംസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് പോവാണ്. ഇത്രയും വരെയുള്ള നിങ്ങളുടെ സ്കൂൾ കാലഘട്ടങ്ങളിലൊന്നും തന്നെ നിങ്ങൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്ത കാര്യങ്ങളായിട്ടുള്ള നമ്പേഴ്സാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ വാല്യൂ അറിയാമോ? √2, √3, √5 അങ്ങനെയുള്ള നമ്പേഴ്സ് ഇല്ല. നിങ്ങൾക്ക് ഇതുവരെ റൂട്ട് കൂട്ടി വരുന്ന നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അധികം കണക്കുകളൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ഇതൊന്നും ചെയ്യേണ്ടതായിട്ടേ വന്നിട്ടില്ല. ഓക്കെ, പക്ഷെ റൂട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കണം. അപ്പം ഇങ്ങനത്തെ നമ്പേഴ്സിനെ കുറിച്ചിട്ടൊന്നും തന്നെ നമ്മൾ അധികം അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ടെക്സ്റ്റിന്റെ തുടക്ക ഭാഗത്ത് കുറേ കാര്യങ്ങൾ വലിച്ചു വാരി തന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും അധികം നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഡയറക്റ്റായിട്ട് പാഠത്തിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കി തരാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പം നിങ്ങളോട് ഞാൻ ആദ്യം നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ഇതെന്താ ഞാനിപ്പോൾ വരച്ചേക്കുന്നത്? എന്ത് ചോദ്യം അല്ലേ? ഇതെന്താ? ഒരു ട്രയാങ്കിൾ ആണ്. ഇതൊരു ട്രയാങ്കിൾ ആണ്, അറിയാവുന്ന കാര്യമാണ്. ആ ട്രയാങ്കിളിന്റെ ഈ വശത്തിന് പറയുന്ന പേരെന്താ? ഇതെന്തുവാ? ബേസ്. ട്രയാങ്കിളിന്റെ ബേസ് ആണ്. മലയാളം മീഡിയം കുട്ടികളുണ്ടെങ്കിൽ പാദം. ഇതെന്താണ്? പാദമാണ് അല്ലെങ്കിൽ ബേസ് ആണ്. ഇതോ ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ലംബം. ഓക്കെ, ബേസ് 1 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് 1 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ വസ്തുവിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഇതിനെ വിളിക്കുന്ന പേര് ഹൈപ്പോട്ന്യൂസ്. അതിന് ഹൈപ്പ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം. അപ്പൊ ഞാൻ ആദ്യമേ നിങ്ങളോട് ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഈ തന്നിരിക്കുന്ന കൊച്ചു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കും. ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച പൈതഗോറസ് തിയറം നമുക്ക് യൂസ് ചെയ്യാം. അതനുസരിച്ച് ഹൈപ്പോട്ന്യൂസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഹൈപ്പോട്ന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാനായിട്ടുള്ള രീതി എങ്ങനെയാ? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എങ്കിൽ ഈ ഒരു ഹൈപ്പോട്ന്യൂസ് ഒന്ന് കണ്ടുപിടിക്കാമോ? ഞങ്ങൾ താഴെ എഴുതുന്നുണ്ട്. ഹൈപ്പോട്ന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് എത്രയാ? 1. സോ 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാ? 1 സ്ക്വയർ. എന്താ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 into 1. അതെത്രയാണ് 1 സ്ക്വയർ? 1 സ്ക്വയറിന്റെ ആൻസർ 1 തന്നെയാണ്. സോ 1 പ്ലസ് ഇവിടെ 1 സ്ക്വയർ ആണ്, അതിന്റെ ഉത്തരം എന്താണ്? 1 ആണ്. സോ റൂട്ട് ഓഫ് 1 plus 1. ഹൈപ്പോട്ന്യൂസ് എത്രയെന്ന് കിട്ടി? √2 എന്ന് കിട്ടി. ഞെട്ടിയോ? √2 ഒക്കെ വന്നാൽ നമ്മളെങ്ങനെ ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ ഇവിടെ ഹൈപ്പോട്ന്യൂസ് നിങ്ങൾക്ക് എത്രയെന്ന് കിട്ടി? √2 എന്ന് കിട്ടി. ഹൈപ്പോട്ന്യൂസ് ഇവിടെ എത്രയാണ്? √2 ആണ്. എത്ര ഹൈപ്പോട്ന്യൂസ്? √2 ആണ്. ഇവിടെ നമുക്ക് ഹൈപ്പോട്ന്യൂസ് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണ്? √2 ആണ്. ഇനി ഞാനൊരു കാര്യം ചെയ്യും. ഈ ഹൈപ്പോട്ന്യൂസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു സ്ക്വയർ വരച്ചു. ഈ ഹൈപ്പോട്ന്യൂസ് നീളം അതേപടി എടുത്തിട്ട് എന്ത് ചെയ്തു? ഞാൻ ഒരു സ്ക്വയർ വരച്ചു. എല്ലാ കോണുകളും അല്ലെങ്കിൽ എല്ലാ ആംഗിളുകളും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. എല്ലാ ആംഗിളും എത്രയാ? 90 ഡിഗ്രി.
ഒരു വശം √2 ആണെങ്കിൽ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എല്ലാ വശവും എത്രയായിരിക്കും? എല്ലാ വശവും എത്രയായിരിക്കും? പറഞ്ഞേ, എല്ലാ വശവും എത്രയാ? √2 ആയിരിക്കും. കറക്റ്റ് ആണ്. ഒരു വശം √2 ആയ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ 4 വശങ്ങൾ എന്ത് കിട്ടി? √2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് പറയാമോ? സ്ക്വയറിന്റെ ഏരിയ ഓഫ് സ്ക്വയർ. ഈ സ്ക്വയറിന്റെ ഏരിയ പറഞ്ഞേ. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സൈഡ് ഇൻടു സൈഡ്. അതായത് വശം ഗുണം വശം. ഒരു സമചതുരത്തിന്റെ പരപ്പളവാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? സൈഡ് ഇൻടു സൈഡ്. അതായത് √2 ഇൻടു √2. √2 ഇൻടു √2 എന്ന് എത്രയെന്ന് അറിയാമോ? നിങ്ങൾ ഇനിയും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഒരു നമ്പറിന്റെ റൂട്ടിനെ അതേ നമ്പറിന്റെ റൂട്ട് കൊണ്ട് തന്നെ ഗുണിച്ചു കഴിഞ്ഞാൽ ഓക്കെ, √2 ഇൻടു √2 ചെയ്താൽ ആൻസർ എത്രയെന്ന് അറിയാമോ? ഈ റൂട്ട് കളഞ്ഞുള്ള സംഖ്യ തന്നെ എഴുതുക. √2 ഇൻടു √2 എത്രയാ മക്കളെ? 2 ആണ്. √2 ഇൻടു √2 എത്രയാ? 2 ആണ്. അതുപോലെ √3 ഇൻടു √3 എത്രയായിരിക്കും പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കി. √2 ഇൻടു √2 റൂട്ട് കളഞ്ഞ നമ്പർ തന്നെ എഴുതി. √3 ഇൻടു √3 അപ്പൊ എത്രയായിരിക്കും? കറക്റ്റ് 3 ആയിരിക്കും. √5 ഇൻടു √5ഓ? റൂട്ട് കളഞ്ഞ നമ്പർ എഴുതുക 5 എന്ന് വരും. അപ്പൊ ഇവിടെ √2 ഇൻടു √2 ഉത്തരം എത്ര കിട്ടി? 2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. അപ്പൊ ഇനി ഈ ചോദ്യത്തെ ഞാൻ തിരിച്ച് പുറകോട്ട് പറയുകയാണ്. 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയറിന്റെ സൈഡ്സ് എത്ര വീതമായിരിക്കും? 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയറിന്റെ ഓരോ സൈഡും എത്ര വീതമായിരിക്കും? എത്ര വീതമായിരിക്കും? √2 വീതം ആയിരിക്കും. അപ്പൊ ഒരു സ്ക്വയറിന്റെ ഏരിയ 2 സെന്റിമീറ്റർ ആകണം എങ്കിൽ ഓരോ വശങ്ങളും എത്രയെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയെന്ന് പറയാം? √2 ആണെന്ന് പറയാം. ഓക്കെ, തിരിച്ച് ഞാൻ ചോദിച്ചാലോ? വേറൊരു ചോദ്യം ചോദിച്ചാലോ? ഒരു സ്ക്വയറിന്റെ ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ ആകണമെങ്കിൽ ആ സ്ക്വയറിന്റെ വശങ്ങൾ അതായത് സൈഡ്സ് എത്ര വീതം വരണം? ആലോചിച്ച് പറഞ്ഞേ, എത്ര വീതം വരണം? √5. കറക്റ്റ്. എത്ര വെച്ച് വരണം? √5 വെച്ചിട്ട് വരണം. അതിന്റെ സൈഡ്സ് എത്ര ആയിരിക്കണം? √5 ആയിരിക്കണം. അപ്പം ഇതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ഒരു ചോദ്യം ഇത്രയും ചെയ്യിച്ചത്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ റൂട്ട് സൈഡ് വരുന്ന കേസുകൾ പഠിക്കാൻ പോവാണ്. ഇതിന് നിങ്ങൾ ഒരു കാര്യം, ഒരേ ഒരു പോയിന്റ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഓർത്ത് വെച്ചാൽ മതി. ആ പോയിന്റ് ഞാൻ ബോർഡിൽ എഴുതാം. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ, നിങ്ങളുടെ നോട്ട്ബുക്ക് ആണല്ലോ ഇത് എഴുതിയെടുക്കുന്നത്. ആ നോട്ട്ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊരു ബോക്സ് വരച്ച് എഴുതിയിടണം. ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് √x ഇൻടു √x എന്ന് നിങ്ങൾക്ക് തന്നാൽ ഇവിടെ x എന്ന് ഞാൻ ഇട്ടതേ ഉള്ളൂ. ഇവിടെ ഏത് നമ്പർ വേണമെങ്കിലും വരാം. നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? x ആയിരിക്കും. ഇപ്പം നിങ്ങൾ ചോദിക്കും മറ്റു നമ്പറിനോ ചേട്ടാണ് √4 ഇൻടു √4. അതിന്റെ ഉത്തരം √4 എത്രയാ അറിയാം നമുക്ക്. √4 2 ആണ്. ഇവിടെ √4 2 ആണ്. 2 ഇൻടു 2 എത്രയാ? 4 ആണ്. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എഴുതാം. √4 ഇൻടു √4. എക്സിന് പകരം 4 ആണ്. സോ ആൻസർ എന്തായാലും എഴുതാം 4 എന്ന് എഴുതാം കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ഇതൊന്നും ചെയ്യാതെ ഉത്തരം എഴുതാം. അപ്പം ഒരു നമ്പറിന്റെ റൂട്ടിനെ അതേ നമ്പറിന്റെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് ഇല്ലാത്ത നമ്പർ എഴുതിയാൽ ഉത്തരം നമുക്ക് കിട്ടും. സോ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ ഇക്വേഷൻസ് ഓർമ്മയായിട്ട് നിങ്ങൾ എഴുതി വെക്കാം. √x ഇൻടു √x എന്തായിരിക്കും? x ആയിരിക്കും. ഫസ്റ്റ് ഇക്വേഷൻ ആണ്. √x ഇൻടു √x എന്തായിരിക്കും മക്കളെ? x ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു കണക്കൂടെ ചെയ്യാം. നിങ്ങൾ തന്നെ എന്റെ കൂടെ ചെയ്യുക. ഇത് 3 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ എങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് പറയാമോ? ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞേ. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇക്വേഷൻ പറഞ്ഞേ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ്
base square plus altitude square. Root of base square plus altitude square. Base എത്രയാ? Base എത്രയാ പറഞ്ഞേ? 3 ആണ്. So 3 square plus 4 square. Root of 3 square എത്രയാ? 9 plus 4 square എത്രയാ? 16. 9 plus 16 എത്രയാ? root 25. root 25 എത്രയാ? 5 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 5 സെന്റിമീറ്റർ. ഞാൻ ചുമ്മാ പൈതഗോറസ് തിയറം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് പറയാൻ വേണ്ടി തവണ ചെയ്ത കാണിച്ചാണ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ബുക്കിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ബാക്കി ഭാഗം എങ്ങനെയാണുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 പുതിയ കാര്യങ്ങളോട് ഞാൻ പറയുകയാണ്. ജസ്റ്റ് ഓർത്തിരിക്കണം. ഈ ചാപ്റ്റർ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 വാല്യൂസും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് റൂട്ട് 2ന്റെ വാല്യൂ ആണ്. റൂട്ട് 2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ തീരാതെ അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പറാണ്. പക്ഷെ നമ്മൾ അതിന് ഇങ്ങനെ എഴുതും 1.414. ശരിക്കും 3 എക്സെട്ര ആംഗിൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതേ നമ്പർ അത് റിപ്പീറ്റ് ചെയ്യണം. 414 414 414 എന്ന് റിപ്പീറ്റ് ചെയ്യണം. ശരിക്കും നമ്മുടെ ആൻസർ 1.414 വീണ്ടും 414 414 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിനെ തന്നെ എന്ത് ചെയ്തു? 3 ഡിജിറ്റിൽ തന്നു 1.414 എന്ന് ഓർക്കണം. അതുപോലെ റൂട്ട് 3യുടെ വാല്യൂ 1.732. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ബോക്സിൽ തന്നെ വരച്ചിടുക. നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇത് എഴുതിയതിനു ശേഷം എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ 1ാമത്തെ ചോദ്യം ഇതിലോട്ട് എഴുതുക. നമുക്ക് അതാണ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ചോദ്യം എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം. നിങ്ങൾക്ക് പുസ്തകത്തിൽ ഒരു പടം തന്നിട്ടുണ്ട്. ആ പടത്തിന്റെ ഏറ്റവും അവസാനം ഒരു സ്ക്വയർ ആണ് വരുന്നത്. ഇത് എന്റെ വരയുടെ വിശേഷം കൊണ്ടാണ് സ്ക്വയർ അല്ലാത്ത പോലെ തോന്നുന്നത്. സ്ക്വയർ ആയിട്ടാണ് പുസ്തകത്തിൽ കിടക്കുന്നത്. നിങ്ങൾ ചിത്രം പുസ്തകത്തിലെ തന്നെ നോക്കുക. ഇതൊരു സ്ക്വയർ പോലെയുള്ള റെക്ടാങ്കിൾ പോലെയാണ് തോന്നുന്നത്. ഇതൊരു സ്ക്വയർ ആയിട്ട് തന്നെ മനസ്സിൽ വിചാരിക്കുക. സ്ക്വയർ ആണെന്ന് തന്നെ ഓർക്കുക കേട്ടോ. അപ്പൊ നിങ്ങളോട് സ്ക്വയർ ആണ് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നിങ്ങളോട് പറഞ്ഞേക്കുന്നത് calculate the area and length of side of the square. ഏറ്റവും ലാസ്റ്റ് ഈ സ്ക്വയർ വരുന്ന ഈ സ്ക്വയറിന്റെ വശങ്ങളും കണ്ടുപിടിക്കണം. അതിന്റെ ഏരിയ, അതിന്റെ പരപ്പളവ്, അതായത് അതിന്റെ ഏരിയയും കണ്ടുപിടിക്കണമെന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പൈതഗോറസ് തിയറത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വരണം ഇവിടെ വരെ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്കത് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ട്രയാങ്കിളിന്റെയും ഓരോ നമ്പർ കൊടുക്കുന്നു. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 1 2 3 4 4 ട്രയാങ്കിൾസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. ആ 4 ട്രയാങ്കിളിന്റെയും ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിച്ച് തരിക. 4ാമത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് ആണ് എന്തായിട്ട് വരുന്നത്? സ്ക്വയറിന്റെ സൈഡ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ആ 4 ട്രയാങ്കിളിന്റെയും ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ട്രയാങ്കിൾ ശ്രദ്ധിക്കാൻ ഞാൻ ഓരോ ട്രയാങ്കിളും വരച്ച് കാണിച്ചിട്ടായിരിക്കും ഇവിടെ എഴുതുന്നത്. ഇത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ കുഞ്ഞ് ട്രയാങ്കിൾ നമുക്കൊന്ന് വരയ്ക്കാം. ആ ട്രയാങ്കിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന്റെ ബേസ് 1 മീറ്റർ ആണ്. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എത്ര മീറ്റർ ആണ് മക്കളെ? 1 മീറ്റർ തന്നെയാണ്. ബേസ് 1 മീറ്റർ ആണ്. ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 1 മീറ്റർ ആണ്. എങ്കിൽ ഹൈപ്പോട്ന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? ഹൈപ്പോട്ന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇക്വേഷൻ എന്താ? ബേസ് സ്ക്വയർ പ്ലസ് altitude square. root of base എത്രയാ? 1 square plus altitude എത്രയാണ് വരും? 1 തന്നെ വരും. 1 square plus 1 square. root of 1 square 1 തന്നെയാണ്. 1 square ഇവിടെ 1. root of 1 plus 1 എത്ര എന്ന് കിട്ടും? root 2 എന്ന് കിട്ടും. സോ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് നിങ്ങൾക്ക് എത്ര എന്ന് കിട്ടി? root 2 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് നിങ്ങൾക്ക് എത്ര എഴുതാം? root 2 എന്ന് എടുക്കാം. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് നമ്മുടെ 2ാമത്തെ ട്രയാങ്കിൾ ആണ്. അതിന്റെ ബേസ് ആയിട്ട് 1 മീറ്റർ വരുന്നുണ്ട്. ഇവിടെ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് വരുന്നത് എന്താ? തൊട്ടു മുമ്പത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് തന്നെയാണ്. ഇത് ബേസും ഇത് അടുത്ത ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡും ആയിട്ട് ഇപ്പോൾ മാറും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് എത്രയെന്ന് കിട്ടി? root 2 എന്ന് കിട്ടിയെന്നുള്ളത് എഴുതി തന്നെ വെച്ചേക്കണം. ഓക്കെ, ഇത് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അടുത്ത ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. അടുത്ത ട്രയാങ്കിൾ ശ്രദ്ധിച്ചേ. നമുക്ക് ഇതിന് കുറച്ചുകൂടി എളുപ്പമാകാൻ പേര് കൊടുക്കാം. OA B C D E F
അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന ട്രയാങ്കിൾ ഒ ബി സി ആണ്. ട്രയാങ്കിൾ ഒ ബി സി. അതിന്റെ ബേസ് എത്രയാ മക്കളാ തന്നേക്കുന്നത്? 1 മീറ്റർ എന്നാണ് തന്നേക്കുന്നത്. ബേസ് എത്രയാ? 1 മീറ്റർ. ഓൾട്ടിറ്റ്യൂഡ് എത്രയാ? √2. ഓൾട്ടിറ്റ്യൂഡ് എത്ര തന്നിട്ടുണ്ട്? √2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നിങ്ങൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞേ, ഹൈപ്പോട്ടന്യൂസ് is equal to root of base square plus altitude square തന്നെയാണ്. ബേസ് എത്രയാ? 1 ആണ്. സോ 1 square plus altitude എത്രയാ ഇവിടെ? ഇവിടെ വെറും 2 അല്ല, പകരം √2 ആണ്. √2 ന്റെ എത്രയും സ്ക്വയർ വരും. √2 ന്റെ സ്ക്വയർ ആണ്. അപ്പം √2 ന്റെ സ്ക്വയർ കുറച്ച് മുന്നേ കാണിച്ചെന്നായിരുന്നു. √x into √x എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? x എന്നാണ് പറഞ്ഞത്. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? √2 into √2 ആണ്. സോ ആൻസർ എത്രയായിരിക്കും മക്കളെ? x വരുന്നിടത്ത് വാല്യൂ ഇവിടെ എന്ത് വരും? 2 വരും. സോ √2 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. സോ 1 plus 2 റൂട്ട് എത്ര എന്ന് വരും? √3 എന്ന് വരും. ഓക്കേ, അപ്പം അടുത്ത ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എത്ര എന്ന് കിട്ടി? √3 എന്ന് കിട്ടി. ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾക്ക് എത്ര എന്ന് കിട്ടി? √3 എന്ന് കിട്ടി. അപ്പൊ ഇതിപ്പോ √2 ഇത് √3 ആണ്. അടുത്ത നിങ്ങൾക്ക് തന്നെ പറയാം, ഇവിടെ √2 ആണ്, ഇവിടെ √3. അപ്പൊ അടുത്ത എത്രയായിരിക്കും? കറക്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. √4 വരും. അടുത്ത എത്രയായിരിക്കും? √5 എന്ന് വരും. ഇതുപോലെ തന്നെയാണ് ചെയ്യുവാണെങ്കിലും ഞാനിപ്പോ 2 എണ്ണം ചെയ്തല്ലോ, ഞാൻ ഓരോന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇവിടെ √4 വന്നതെന്നുള്ളത് കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അടുത്തതിന്റെ ബേസ് എത്രയാണ്? 1 മീറ്റർ ആണ്. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് എത്ര എടുക്കാം? √3 എടുക്കാം. ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് എത്ര എടുക്കാം? √3. അപ്പൊ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാ? √3 ആണ് അതിന്റെ സ്ക്വയർ. സോ റൂട്ട് ഓഫ് 1 പ്ലസ് √3 യുടെ സ്ക്വയർ എത്രയാ? √3 യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 into √3 എത്രയാണ് മക്കളെ? 3. സോ 1 plus 3 എത്ര കിട്ടും? √4 എന്ന് കിട്ടും. 1 plus 3 എത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് √4 എന്ന് വന്നു. സോ അതാണ് ഇവിടെ √4 എന്ന് കൊടുത്തേക്കുന്നത്. ഇതുപോലെ അടുത്ത ട്രയാങ്കിളോട് നമുക്കൊന്ന് ചെയ്തേക്കാം. നിങ്ങൾക്ക് സംശയം തോന്നാനുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അടുത്ത ട്രയാങ്കിളോട് ചെയ്യാം. അടുത്ത ട്രയാങ്കിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചേ. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ എത്ര എടുക്കും? √4 എന്ന് എടുക്കും. അതിന്റെ ബേസ് എത്ര തന്നെയാണ്? 1 മീറ്റർ തന്നെയാണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് base square plus altitude square. root of 1 square 1 തന്നെ. √4 ന്റെ സ്ക്വയർ എത്ര വരും? √4 into √4 എത്രയാ? കറക്റ്റ് 4 ആണ്. സോ 1 plus 4 എത്ര വരും? √5 എന്ന് വരും. അപ്പോൾ സ്ക്വയറിന്റെ വശം എത്ര എന്ന് കിട്ടി? √5 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. സ്ക്വയറിന്റെ ഓരോ വശം എത്ര വെച്ച് വരും? √5. സ്ക്വയറിന്റെ ഓരോ വശം എത്ര വെച്ച് വരും? നമുക്ക് √5 എന്നാണ് വരുന്നത്. സ്ക്വയറിന്റെ ഓരോ വശം എത്ര വെച്ച് വരും? √5 എന്ന് നമുക്ക് കിട്ടും. സ്ക്വയറിന്റെ ഓരോ സൈഡും √5 ആണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? പറഞ്ഞ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് സ്ക്വയർ, സമചതുരത്തിന്റെ പരപ്പളവ് സമം എത്രയായിരിക്കും? സൈഡ് ഇൻറ്റു സൈഡ്, അതായത് വശം ഗുണം വശം. ഇവിടെ സ്ക്വയറിന്റെ ഓരോ സൈഡും എത്രയാണ് മക്കളെ? √5. സോ √5 into √5. √5 into √5 എത്രയായിരിക്കും? ഇത് വെച്ച് പറഞ്ഞേ. കറക്റ്റ് 5 സെന്റിമീറ്റർ അല്ല, 5 മീറ്റർ സ്ക്വയർ. 5 മീറ്റർ സ്ക്വയർ ആണ്. ഒന്നുകൂടെ പറയാം. √5 into √5 ആണ് സൈഡ് ഇൻറ്റു സൈഡ്. നോക്കിയേ, √x ഇത് √x ആണെങ്കിൽ x ആണ്. √2 into √2 ആണെങ്കിൽ അത് 2 ആണ്. സോ √5 into √5 എത്രയായിരിക്കും? 5 ആയിരിക്കും. സോ നമ്മൾ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ ഓഫ് സ്ക്വയർ എത്രയാണ്? 5 മീറ്റർ സ്ക്വയർ ആണ്. അതിന് കൂടെ ഒരു കാര്യം കൂടി എഴുതി വെക്കാം, സ്റ്റെപ്പ് ആയിട്ട് വരുന്നുണ്ട്. സൈഡ് ഓഫ് സ്ക്വയർ, സ്ക്വയറിന്റെ ഓരോ വശം എത്ര വെച്ച് വരും? √5 മീറ്റർ വെച്ച് വരും. സ്ക്വയറിന്റെ ഓരോ വശം എത്രയായിരിക്കും? √5 മീറ്റർ ആയിരിക്കും. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇത് എല്ലാവർക്കും നല്ലവണ്ണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഭാഗം ക്ലിയർ അല്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ ഭാഗം എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക? കാണുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം?
ക്ലിയർ. നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളുടെ പുസ്തകത്തിലുള്ളത്, നിങ്ങളുടെ ഓ ഒന്നാമത്തെ എക്സസൈസിലെ രണ്ടാമത്തെ ചോദ്യമാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ക്വസ്റ്റിൽ വരുത്തിയിട്ടുണ്ട് ലെങ്ത് കുറയ്ക്കാൻ. A square is drawn on the altitude of an equilateral triangle of side 2 meter. അപ്പോൾ നിങ്ങളോട് പറയാണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. എന്താ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? എല്ലാ വശങ്ങളുടെയും നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. നമ്മളോട് പറയാണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് എന്ത് ചെയ്തേക്കുവാണ്? ആ ഓൾട്ടിറ്റ്യൂഡ് ലെങ്ത് വെച്ചിട്ട് എന്ത് ചെയ്തേക്കുവാണ്? ഒരു സ്ക്വയർ വരച്ചേക്കുവാണ്. എന്ത് ചെയ്തേക്കുവാണ്? ഒരു സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? വരച്ചേക്കുവാണ്. ഓഫ് സൈഡ് 2 മീറ്റർ. അപ്പൊ നമ്മൾ ഈ വരച്ചേക്കുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ വശവും എത്ര മീറ്റർ വെച്ചിട്ട് വരും? 2 മീറ്റർ വെച്ചിട്ട് വരും. ഇത് ടോട്ടൽ 2 ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈ വശം ടോട്ടൽ 2 ആണ്. അപ്പൊ ഇത് ഓരോന്നും എത്ര വെച്ച് വരും? 1 മീറ്റർ വെച്ചിട്ട് വരും. 1 മീറ്റർ വെച്ചിട്ട് വരും. നമുക്ക് പേരൂടെ കൊടുക്കാം. എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പേര് കൊടുത്തു. എ ബി ഡി എന്നാണ്, സോറി എ ബി സി എന്നാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പേര്. നമുക്ക് ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്ക്വയറിന്റെ വശം കിട്ടും. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സൈഡ് ഓഫ് സ്ക്വയർ ആണ്. ഇവിടെ ഈ വരച്ചിരിക്കുന്ന സ്ക്വയറിന്റെ എന്ത് കണ്ടുപിടിക്കണം? സൈഡ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം. എങ്ങനെ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ? ഒന്ന് ആലോചിച്ചേ. ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ? എ ബി ഡി, എ ബി ഡി എന്നുള്ളത് ഒരു ട്രയാങ്കിൾ ആണല്ലോ. ആ ട്രയാങ്കിളിന്റെ ഏത് വശമാണ് തന്നിരിക്കുന്ന സ്ക്വയറിന്റെ സൈഡ്? ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പൊ ആ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട സ്ക്വയറിന്റെ സൈഡ് കിട്ടും. സോ ഞാൻ ആ ട്രയാങ്കിൾ ഒന്നുകൂടെ വലുപ്പത്തിൽ നമ്മളോട് വരയ്ക്കുകയാണ്. എപ്പോഴും മാക്സിമം ഫിഗേഴ്സ് ഉൾപ്പെടുത്തി ചെയ്യുക, കുറച്ചുകൂടെ ക്ലിയർ ആണ്, ക്ലാരിറ്റി കിട്ടും. എ ബി ഡി. ഓക്കെ, ഇതിന്റെ അകത്ത് എ ബി എന്ന് പറയുന്ന വശം ഹൈപ്പോട്ന്യൂസ് ആണ്. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഇത് ഹൈപ്പോട്ന്യൂസ് ആണ്. ഇതിന്റെ ബേസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ബേസ് ആണ്. ഇതിന്റെ ബേസ് ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ആണ്. കണ്ടുപിടിക്കുന്ന ഈ വശം എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ആണ്. പൈതഗോറസ് തിയറം അനുസരിച്ച് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും ഒരു ബോക്സിൽ വരച്ച് എഴുതണം. Altitude is equal to root of hypotenuse square minus base square. അപ്പോൾ നോക്കിക്കേ, ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓൾട്ടിറ്റ്യൂഡ് is equal to root of hypotenuse square minus base square. അപ്പം ഹൈപ്പോട്ന്യൂസ് ഇവിടെ എത്രയാ? ഓരോന്ന് എടുത്ത് എഴുതിക്കുക. ഹൈപ്പോട്ന്യൂസ് എത്രയാ? 2 മീറ്റർ. ബേസ് എത്രയാ? 1 മീറ്റർ. അപ്പോൾ ഇട്ട് കൊടുത്തേ altitude equal to root of 2 square minus 1 square. 2 square minus 1 square എത്രയാ? റൂട്ട് 2 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 into 2 എത്രയാണ്? 4 minus 1 square എന്ന് പറഞ്ഞാൽ 1 into 1 1. 4 minus 1 എത്രയാണ് കിട്ടും? root 3 മീറ്റർ എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടി ഈ സ്ക്വയറിന്റെ ഓരോ വശം എത്രയായിരിക്കും? root 3 ആയിരിക്കും. ഇത് root 3 ആണെങ്കിൽ ഈ വശം എത്രയായിരിക്കും? root 3 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? root 3. താഴത്തത് എന്ത് തന്നെയായിരിക്കും? root 3 ആയിരിക്കും. അപ്പം നമുക്കൊന്ന് എഴുതി വെക്കാം. സൈഡ് ഓഫ് സ്ക്വയർ, സ്ക്വയറിന്റെ വശം എത്ര കിട്ടി? നമുക്ക് root 3 മീറ്റർ എന്ന് കിട്ടി. സ്ക്വയറിന്റെ വശം എത്ര കിട്ടി? നമുക്ക് root 3 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് സ്ക്വയർ, സ്ക്വയറിന്റെ ഏരിയ എത്ര കിട്ടും നമുക്ക്? ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സോ ഇവിടെ സൈഡ് root 3 ആണ്. root 3 into root 3 എത്ര കിട്ടും? 3 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എത്ര ആൻസർ വരും? നമുക്ക് root 3 into root 3 3 മീറ്റർ സ്ക്വയർ എന്ന് വരും. സോ ഏരിയ ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതുന്നുണ്ട്. ഏരിയ എത്ര കിട്ടി? 3 മീറ്റർ സ്ക്വയർ എന്ന്. ഏരിയ നമുക്ക് എത്ര കിട്ടി? 3 മീറ്റർ സ്ക്വയർ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏരിയ എത്ര കിട്ടിയത്? 3 മീറ്റർ സ്ക്വയർ എന്ന്. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? അപ്പം ഇപ്പം നമ്മൾ കണ്ട ഇതേപോലെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനായിട്ട് തരാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്ത് നോക്കുക. കിട്ടുന്ന ഉത്തരം എന്നോട് പറയുകയും ചെയ്യണം. ഹോംവർക്ക് ക്വസ്റ്റൻ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഇതെല്ലാവരും എഴുതിയെടുക്കണം. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയെടുക്കണം. ഒരു വട്ടം കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക? കണ്ടു നോക്കുക. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. മനസ്സിലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റനോട് എന്താണെന്നുള്ളത് നോക്കാം.
സെയിം ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ജസ്റ്റ് നമ്പേഴ്സ് മാത്രമേ മാറ്റി തരുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്ത് പഠിക്കാനൊരു അവസരം എന്നുള്ള രീതിയിലാണ് തരുന്നത്. സൈഡ് 4 ആണ് വരുന്നത് നോക്കാം. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇത് ടോട്ടൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. സോ ഇത് 2 മീറ്റർ വരും, ഇതും 2 മീറ്റർ വരും. ഈ സൈഡിലൊക്കെ നമുക്ക് പുതിയതായിരിക്കും. അപ്പം ഇത് വെച്ച് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുമാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. A square is drawn on the altitude of an equilateral triangle of side 4 cm. 4 സെന്റിമീറ്റർ വശം വരുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് വെച്ചിട്ട് എന്ത് ചെയ്തേക്കുവാണ്? ഒരു സ്ക്വയർ വരച്ചിരിക്കുകയാണ്. അപ്പൊ ആ സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കാനാവും. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ക്വസ്റ്റ്യനേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എല്ലാവരും ക്ലാസ് കണ്ടതിന്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ല. ക്ലാസ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പരിചയത്തിലുള്ള എല്ലാ കുട്ടികളിലേക്കും എല്ലാ ഫ്രണ്ട്സിലോട്ടും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവരോടും ഒന്ന് കണ്ടു നോക്കാൻ പറയാം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കാൻ മറക്കല്ല. താങ്ക് യു.